നമസ്കാരം. വീണ്ടും മറ്റൊരു നിർഭയ കൂടി പോയി മറഞ്ഞു. പറഞ്ഞു വരുന്നത് ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയെ പറ്റിയാണ്. ആൺസുഹൃത്തിന്റെ മർദ്ദനമേറ്റ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു യുവതി യാത്രയായി. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു യുവതിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. എന്നാൽ 6 ദിവസമായി ജീവന് വേണ്ടി പൊരുതി യുവതിയൊടുവിൽ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. പെൺകുട്ടി നേരിട്ടത് അതിക്രൂരമായ ആക്രമണമാണെന്നാണ് പോലീസ് പോലും പറയുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു യുവതിയെ വീട്ടിനുള്ളിൽ കഴുത്തിൽ കയർ മുറുകി പരിക്കേറ്റ നിലയിലും കയ്യിൽ മുറിവേറ്റ നിലയിലും കണ്ടെത്തിയത്. അർദ്ധനഗ്ന നിലയിലായിരുന്നു മൃതദേഹം. കൈയിലെ മുറിവ് ഉറുമ്പരിച്ച നിലയിലുമായിരുന്നു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതി അനൂപിനെ പിടികൂടിയത്. പോക്സോ അതിജീവിത കൂടിയായ പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പ്രതിയുമായി സൗഹൃദത്തിലാകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇയാൾ പെൺകുട്ടി താമസിച്ചിരുന്ന ചോറ്റാനിക്കരയിലെ വീട്ടിലെത്താറുണ്ടായിരുന്നു. അമ്മയുമായി അത്ര ചേർച്ചയിലായിരുന്നില്ല പെൺകുട്ടി. അതിനാൽ തന്നെ അമ്മ മറ്റൊരു ക്വാർട്ടേഴ്സിലായിരുന്നു താമസവും. സംഭവ ദിവസം തർക്കമുണ്ടായതിന്റെ പേരിൽ ഇയാൾ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ തല ഇയാൾ ഭിത്തിയിൽ ഇടിക്കുകയും ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇയാൾ പെൺകുട്ടിയോട് ചത്തൂടെ എന്ന് ചോദിച്ചതായും പോലീസ് പറയുന്നു. ഇതിനുശേഷമാണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. പെൺകുട്ടി ഷോളിൽ തൂങ്ങി മരണവെപ്രാളത്തിലായതോടെ അനൂപ് ഷോൾ മുറിക്കുകയായിരുന്നു. അതിനുശേഷവും അനൂപ് പെൺകുട്ടിയെ ഉപദ്രവിച്ചതായും പിന്നീട് മരിച്ചെന്ന് കരുതി രക്ഷപ്പെടുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. എന്തായാലും യുവതി മരിച്ചതോടെ അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്നാണ് വിവരം. അതേസമയം ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങൾ പുറത്തു വരുമ്പോഴും ഇനി ഇങ്ങനെയൊരു അവസ്ഥ ആർക്കും വരുത്തരുതേ എന്നായിരിക്കും ആരും പറയുക. എന്നാൽ അടുത്തത് കേൾക്കുമ്പോഴോ അതിലും ഭീകരമായിരിക്കും. എന്നാൽ രാജ്യം ഒന്നടങ്കം നടുങ്ങിയ ഹീനമായ കുറ്റകൃത്യമായിരുന്നു നിർഭയ കൂട്ടബലാത്സംഗ കേസ്. പെൺമക്കളുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ഒരിക്കലും ഉറങ്ങാത്ത മുറിവായി മാറിയ സംഭവം നടന്നിട്ട് 12 വർഷം കഴിഞ്ഞിട്ടും ഇത്തരം സംഭവങ്ങൾക്ക് കുറവില്ല എന്നതാണ് സത്യം. സുഹൃത്തിനൊപ്പം സിനിമ കണ്ട് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു പാരാമെഡിക്കൽ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ ബസ്സിൽ വെച്ച് ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കിയത്. പെൺകുട്ടിയെ നിരവധി തവണ പീഡിപ്പിക്കുകയും ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ ഇരുമ്പ് വടി കുത്തിയിറക്കി ആന്തരിക അവയവങ്ങൾക്ക് പോലും പരിക്കേറ്റു. കൂടാതെ പെൺകുട്ടിയെയും സുഹൃത്തിനെയും ആക്രമികൾ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. രക്തത്തിൽ കുളിച്ച് അബോധാവസ്ഥയിലായിരുന്ന പെൺകുട്ടിയെ വാഹനം കയറ്റി കൊലപ്പെടുത്താനും പ്രതികൾ ശ്രമിച്ചിരുന്നു. തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പെൺകുട്ടി സിംഗപ്പൂരിൽ വച്ച് 2012 ഡിസംബർ 29 ജീവിതത്തോട് വിട പറയുകയായിരുന്നു. എന്തായാലും നിർഭയ കൂട്ടബലാത്സംഗത്തിനിരയായി 12 വർഷം കഴിഞ്ഞിട്ടും രാജ്യത്ത് യാതൊരു മാറ്റവുമില്ലെന്നാണ് കണക്കുകൾ പോലും വ്യക്തമാക്കുന്നത്. ഓരോ സമൂഹത്തിനും വ്യക്തികൾക്കും സമുദായത്തിനും വേണ്ടി പോലും ധാരാളം നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് രൂപീകരിച്ചിരിക്കുന്നത്. എങ്കിലും നമ്മളിപ്പോൾ സ്വതന്ത്രരാണോ എന്ന ചോദ്യം മാത്രം ബാക്കി നിൽക്കുന്നു.